ഇതാണോ അൺസീൻ ടിവിയെ മല്ലു സിംഗിന്റെ അല്ലേ? മല്ലു സിംഗ് കറക്റ്റ് അല്ലേ? ഞാൻ പ്ലേ ചെയ്യാൻ പോകണേ. അതെല്ലാം ചോദിച്ചേ. മൂന്നാമത്തെയോ? ഇത് 4 മണിക്കൂറുണ്ട്. 4 മണിക്കൂർ വീഡിയോ. ഇപ്പൊ ഞാൻ കണ്ടത് തന്നെയല്ലേ, അപ്പൊ എന്താ ഇല്ലാന്ന് പറഞ്ഞേ? ഇത് ടിവിയെക്കാളുടെ മീറ്റപ്പ് ആയിരുന്നോ? കണ്ടിട്ടുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓണത്തിന് അങ്ങനെ വേറെ പ്രത്യേകിച്ച് ഓണം ആയിട്ട് അങ്ങനെ ഒരു ഓണപ്പരിപാടി അല്ലെങ്കിൽ ഓണത്തിനൊരു സ്ഥലത്തോട്ട് നമ്മളൊരു മുണ്ടൊക്കെ കൊടുത്ത് സെറ്റപ്പായി പോവുക അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഇല്ലാണ്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു. അന്നേരമാണ് ടിവിയുടെ പരിപാടി സെറ്റ് ചെയ്തത്. അപ്പോൾ ഗൈസ് നമ്മുടെ ടിവിയുടെ ഓണപ്പരിപാടിയാണെന്ന് ആലു വെച്ചിട്ട്. സോ അത്യാവശ്യം എല്ലാവരും ഉണ്ടാവും. പക്ഷേ എല്ലാവരും ഉണ്ടെങ്കിലും പഴയ കുറേ ഫേസുകൾ മിസ് ചെയ്യും. എന്തായാലും കഴിഞ്ഞ നമ്മുടെ ടിവിയുടെ മീറ്റപ്പിന് എനിക്ക് പോകാൻ പറ്റിയില്ല. സോ ഈ ഒരു ഓണപ്പരിപാടിയിൽ നമുക്ക് എല്ലാവരെയും മീറ്റ് ചെയ്യാം. എല്ലാവരും വരുന്നുണ്ട്, അത്യാവശ്യം നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാവരും വരുന്നുണ്ട്. 12 മണിക്കെന്നാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 10 മണിയായി. ഞാൻ ഇപ്പം എണീറ്റേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് പോയി ഫുഡ് കഴിച്ച് ഞാൻ ഇപ്പോൾ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വരാം. ഓക്കെ, സോ നമുക്കിത് അടിച്ചു പൊളിക്കണം, തകർക്കണം. ഓൾറെഡി അവിടെ IRL ലൈവും സംഭവങ്ങളൊക്കെ ഉള്ളതാ. അതായത് ഓണപ്പരിപാടി ഫുള്ള് ലൈവാണ് ഓൾറെഡി. എന്നാലും നമുക്ക് പറ്റുന്ന പോലെ നമ്മുടെ കുഞ്ഞു അൺസീൻ ക്ലിപ്സ് ഒക്കെ നമുക്ക് എടുക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ഗൈസ്. സോ ഗൈസ്, അപ്പൊ നമ്മള് ഡ്രസ്സൊക്കെ ചെയ്ത് സെറ്റ് ആയി. സോ നമുക്ക് നേരെ പോയി ടുബോർഗിനെ വിളിക്കാൻ പോകണം. ടുബോർഗും ബോബും ടുബോർഗിന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പൊ നേരെ പോയിട്ട് അമ്മമാരെ പോയി വിളിച്ചിട്ട് നമുക്ക് പരിപാടിയിലോട്ട് പോകാം. ഓൾറെഡി സമയമായി. ഇപ്പം സമയം 11:30 പോവാണ്. 12 മണിക്കാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞത്. സോ നല്ല അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. ടുബോർഗിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അമ്മമാരെ കാണാനില്ല എന്ന് വിളിച്ചോട്ടെ. എവിടെ പോയി കിടക്കും? ഇറങ്ങി വാ. അതോ വരുന്നു കിടാൽ ഖജന്മാർ ഗൈസ്. ആ മോണിറ്റർ എനിക്ക് വേണ്ടിട്ട് മോണിറ്റർ കൊണ്ടുവരുന്ന ആളിയൻ. ഇതിന്റെ പവർ കേബിൾ ഇവന്റെ അച്ഛൻ തരുമോ? പവർ കേബിൾ എന്തേ? പവർ കേബിൾ നമ്മളപ്പോ നേരെ അതിന് തിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് തൃപ്പൂണിത്തറ പോണം. അയ്യോ, വലിയ ബ്ലോക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ബാബുക്ക് അവിടെ മുടിയിട്ടായിരിക്കണമെന്നുള്ളതാണ് പറഞ്ഞത്. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോ നമ്മള് ഓൺ ദ വേ ആണ്. നമ്മൾ ചെറുതായിട്ട് വീട്ടിലോട്ട് ഒന്നുകൂടി വന്ന് ഒരു സാധനം വെക്കാണ്ടായിരുന്നു വീട്ടില്, ഒരു മോണിറ്റർ. അപ്പൊ എന്നിട്ട് നമ്മള് നേരെ പോകുമായിരുന്നു. അപ്പോഴത്തേക്കാണ് ഈഗിൾ വിളിച്ചിട്ട് പറഞ്ഞത് നിങ്ങൾ ബാത്റൂമിൽ ഇരിക്കണേ ഉള്ളൂ, ഒരു 12:45 പറഞ്ഞ്. അവന്റെ 12:45 പറയണമെന്ന് പറഞ്ഞാ
1:30 അപ്പൊ നമുക്കത് കറക്റ്റ് ആയിട്ട് നമ്മളത് പ്രെഡിക്റ്റ് ചെയ്തിട്ട് ഇപ്പൊ 12:45 ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടൊരു ബ്ലോക്ക് എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഇനി ഒരു 3/4 മണിക്കൂറിന്റെ യാത്ര ഉണ്ടാവും. അയ്യോ ആളിയ വടംവലിയൊക്കെ ഉണ്ട്, മുണ്ടൊക്കെ വലിച്ച്. എടാ എന്റെ മുണ്ടി തൊട്ട് ഞാൻ പ്രശ്നം ഉണ്ടാക്കോട്ടാ. എടാ ഞാൻ ഇട്ടിക്കുക ഞാൻ ഇട്ടിട്ടാകും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊറേ പരിപാടികൾ സെറ്റ് ചെയ്ത് ഞാൻ ഇത്രയും സെറ്റ് അല്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം നമ്മുടെ ഓണപ്പരിപാടി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അറിയാലോ തട്ടിക്കൂട്ട് പരിപാടി ആയിരിക്കും. പക്ഷെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തോന്ന് കസാര ചുറ്റി കളി, അത് നീ കളിക്കട്ടെ. വെറുതെ പറയാടാ LP സ്കൂളിലെ കലോത്സവം. എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് ഓണമായിട്ട് ബന്ധപ്പെട്ട കുറെ എന്തൊക്കെ പരിപാടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ. ലിസ്റ്റിൽ ചെസ് ഉണ്ടായെന്ന് എനിക്ക് തോന്നുന്നു. ലിസ്റ്റ് കണ്ടില്ലേ? ഒരു 10 ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. പോയിട്ട് നോക്കാം എന്തായാലും എന്തൊക്കെയാണ് പരിപാടി കാര്യങ്ങളൊക്കെ എന്നൊക്കെ. അപ്പൊ വി ആർ ഓൺ ദ വേ. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ബ്ലിപ്പ് ആരല്ലേ അത്? പിള്ളേരല്ലേ? വൃത്തിയുടെ സ്ഥലമാണ് കേട്ടോ. കൊറേ തെണ്ടി പിള്ളേരുണ്ട് നമ്മളെ വണ്ടിക്ക് വട്ടം വെച്ചിട്ടില്ല. കിട്ടി തെണ്ടി പിള്ളേര് സത്യം. എന്തൊക്കെയാണ് ഇതൊക്കെ? ആരൊക്കെ ബ്ലോഗൊക്കെ എടുക്കണ്ടല്ലോടിയാ? മനസ്സിലാവുന്നില്ല. അതെ നമുക്കറിയാമേ. പഠിപ്പിക്കല്ലേ ബാബു ചേട്ടൊക്കെ ഏത് ഓണാക്കി പൊട്ടിക്കുക നമ്മള് പിടിച്ചിരിക്കാൻ പറ്റൂലേ? ഇടിയാളിയാ ഫ്രണ്ടിലാ വണ്ടിക്കിട്ട്. അതെ നിനക്ക് കൊഴുപ്പ് പറഞ്ഞതിന്റെ ജാടാണ് കന്നെ കഴിവറ മോനെ. എനിക്ക് പരിപാടികളൊക്കെ ഇനിയിപ്പോ തുടങ്ങും. നമ്മളെ പയ്യന്മാർ വന്ന കാറുകളാണ് ഇവിടെ കിടക്കുന്നത്. കൊറേ പേരുണ്ട്. ചെന്നൈ ഇന്നൊക്കെ ഇറക്കുമതി ചെന്നൈ പട്ടണ കൊഴപ്പില്ല. നമ്മള് റിച്ച് ആണ് കേട്ടോ. പരിപാടി നമ്മളവിടെ തീകളെ ഇവിടെ ബ്ലോഗ് എടുക്കുന്ന ഷോട്ടെക്സ് ചന്ദ്ര അളിയാ വണ്ടിയില് പ്ലെയർ എന്തെങ്കിലും ഉണ്ടോ? അളിയാ കട്ടിംഗ് പ്ലെയർ കഴിഞ്ഞ മീറ്റപ്പിന് വരാത്തോണ്ടല്ലേ ഇപ്രാവശ്യം മീറ്റപ്പിന് വന്നേ. അതിന് ഞാനാണ് വരാതിരിക്കേണ്ട പിണക്കത്ത് വെച്ചിട്ടാണെങ്കിൽ കേട്ടാ. കഴിഞ്ഞ മീറ്റപ്പ് സൂപ്പർ ആയിരുന്നു ഗൈസ്. അതായത് എന്റെ അടുത്ത് പറയുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നീ ഇറങ്ങിക്കോ. ഞാൻ പറഞ്ഞാലേ ഞാൻ വരുന്നില്ല, എനിക്ക് വരാൻ പറ്റുന്ന സാഹചര്യമില്ല. അപ്പൊ പറയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നീ ഇറങ്ങിക്കോ. ഞാൻ അവിടെ എത്തി, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നീ ഇറങ്ങിക്കോ. പിന്നെ രാത്രി ഫോൺ എടുത്തിട്ടില്ല. രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു ഇവക്ക് സ്കൂളില്ല, ഇവക്ക് ഇതില്ല, സ്ഥലമില്ല. നീ കള്ളനാണ്. നീ ഇവിടെ ബോർഡിംഗ് സെറ്റ് ആയില്ല, അതുകൊണ്ടാണ്. അപ്പൊ 2 സ്റ്റേറ്റ്സിന്റെ ഒക്കെ വ്ലോഗ് ഉണ്ടാവും, വിഷയായിരിക്കും. നമ്മുടെ ഫോട്ടോ എടുക്കുന്ന ആസ് യൂഷ്വൽ നമ്മുടെ ജോജി ബ്രോ. എടാ ആരാ ലൈവ് ഇടണേ? ഞാൻ ലൈവ് ഇടാൻ പോവാ. എവിടെ ഏതിലാ സെറ്റ് ചെയ്തിട്ടുണ്ട്? എങ്ങനെ ലൈവ് ഇടണേ? ഫോണിലാണോ സെറ്റ് ചെയ്യണേ? എടാ മഴ ഇല്ലാത്ത കാര്യമാണ് കേട്ടോ. ഹലോ. നമ്മുടെ എപ്പോഴത്തെയും മീറ്റപ്പ് പോലെയല്ല നമ്മുടെ ഇപ്രാവശ്യത്തെ മീറ്റപ്പ്. കുറെ നമ്മളെ പുതിയ ആൾക്കാരാണ് കൂടുതലും. പിന്നെ നമ്മുടെ പയ്യൻ മെയിൻ പയ്യൻ ഇതിന്റെ അല്ലേ പരന്ത്
അതാ പറയുക ഫേസ് ഫാറ്റ് കട്ട് ചെയ്തില്ല ബ്രോ. ഹായ് ഹായ് ഹലോ വെൽക്കം. ചേച്ചി ഒന്നില്ലേ? അവിടെ വന്നിട്ടുണ്ട്. എവിടെ? ബ്രാവോ എടുത്തേക്കുന്നു. ബ്രാവോ എന്തി? നമുക്ക് എല്ലാവരെയും പരിചയപ്പെടണം. എല്ലാവരും ഉണ്ട്. ഞാനിങ്ങനെ എല്ലാവരെയും കണ്ട മന്ദതയിൽ നിൽക്കുകയാണ് സത്യം പറഞ്ഞ. എല്ലാവരും പറയുന്ന ഒരേ ഒരു കാര്യം വണ്ണം കുറഞ്ഞ് കാരണം എല്ലാവരും കുറെ നാൾക്ക് ശേഷമാണ് എന്നെ കാണുന്നത്. ഓൾമോസ്റ്റ് 6 months അല്ലേ? ആ ഒരു സമയം കഴിഞ്ഞിട്ടാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു ഭയങ്കര ചേഞ്ച് ഫീൽ ചെയ്യും. കണ്ടകര കോളനി ഇറങ്ങി 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 ബാലൻചേട്ടൻ സത്യം ഒറ്റ ഓട്ടം കണ്ട തൊപ്പി അല്ല സ്റ്റൈലൊക്കെ പക്ഷെ കോപ്പിയാണ് എന്തിനാണ് ഇങ്ങനെ വേറൊരാളെ അനുകരിക്കുന്ന യുണീക്ക് ആണ്. ബി യുണീക്ക് മാൻ, ബി യുണീക്ക്, ബി യുണീക്ക്. നമ്മുടെ പുതിയ പയ്യന്മാരാണ്. എല്ലാരെയും അവരെന്നെ പരിചയപ്പെടുത്തും. ആരൊക്കെയാണ്? ഞാൻ വില്ലുമോൻ. സിംഗിൾ അറിയാടാ, എന്നാലും ചുമ്മാ പറ. എല്ലാരെയും പരിചയപ്പെടണം ഗൈസ്. എല്ലാരെയും പ്രോപ്പർ ആയിട്ട് നമുക്ക് ഇരുന്ന് പരിചയപ്പെടണം. എന്തായാലും കുറച്ചായിട്ട് കുറച്ച് തിരക്കുകളൊക്കെ ഒന്ന് ഒഴിയട്ടെ ഗൈസ്. നമ്മുടെ ഈ ഒരു ഓണപ്പരിപാടി ഫുള്ള് IR ലൈവ് ഉണ്ട് ഈഗിൾഡേയിൽ. അപ്പോൾ അതിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക ഇവിടെ. കണ്ട ഇത് ലൈവ് പോകുന്ന സെറ്റപ്പ് സംഭവങ്ങളൊക്കെയാണ് കണ്ടോ. ഒരാളിങ്ങനെ പുറകെ നടക്കും നമ്മുടെ ഫുൾ പരിപാടി കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ലൈക്ക് എന്താ പറയുക, ഫുള്ള് ലൈവായിട്ട് കിക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ അതിൽ ലൈവ് ഇടും നമ്മുടെ ഇന്നത്തെ ഫുൾ ഡേ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ പരിപാടിയൊക്കെ തീരുന്ന വരെയുള്ള ലൈവ് സംഭവങ്ങളൊക്കെ അതിലുണ്ടാവും. സോ പരിപാടി ഭയങ്കര കളറാവും എന്ന് തോന്നുന്നുണ്ട്. പയ്യന്മാരൊക്കെ വരുന്നുണ്ട്. പിന്നെ ഗൈസ് ഇവിടുത്തെ സ്പോട്ടിനെ പറ്റി പറയുവാണെങ്കിൽ ഒരു രക്ഷയില്ല. കിടിലൊരു വ്യൂ ഉള്ള ഒരു സ്പോട്ടാണ് എടുത്തേക്കണേ. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താ പറയുക, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞു എനിക്ക് IR ചെയ്ത് പരിചയമില്ല. എന്റെ ആദ്യത്തെ IR ലൈവാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷനും അതിൻ്റെതായിട്ടുള്ള ഞങ്ങൾക്ക് ഒരു ഇൻട്രോവേർട്ട്സും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ക്ഷമിക്കണം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നടത്താൻ പോണ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ TVയുടെ കുറേ ഓഡിയൻസ് ആയിട്ടുള്ള കുറേ പേർക്ക് ഇങ്ങനൊരു സാധനം എൻ്റെ അടുത്ത് റീസെൻ്റ്ലി ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്തതിൻ്റെ പേരിലാണ് ഈ വട്ടം നമ്മൾ അങ്ങനെ നടത്താമെന്ന് വിചാരിച്ചത്. പിന്നെ പുതിയ ആൾക്കാർ എല്ലാവരുടെ അടുത്തുള്ള സിനർജി എല്ലാം സെറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചാണ് ഇങ്ങനൊരു ഇവൻറ്റ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. സോ അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു തക്കുട് ഓണം 2K25. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻ ഗെയിമിലും ഒരു സെലിബ്രേഷൻ നമുക്ക് ചെയ്യണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾ അതും ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ബ്രാവോ എല്ലാം ഡീലാക്കുന്നുണ്ട്. എല്ലാവർക്കും വെൽക്കം. നമുക്ക് നേരെ ബാക്കി പിള്ളേരുടെ അടുത്തോട്ട് അങ്ങോട്ട് പോവാം. നമുക്ക് അങ്ങോട്ട് പോവാം, അവരുടെ അടുത്തോട്ട് പിള്ളേരുടെ അടുത്തോട്ട് പോവാം. അപ്പോൾ ചന്ദ്ര വാ. ചേച്ചി കപ്പ് കേക്ക് ഒന്നും വന്നില്ല.
വാസു. എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ അകത്ത് കുറെ പുതിയ മെമ്പേഴ്സും പുതിയ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ AKFിലെ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു പറയണം. ഇത്രയും നന്നായിട്ട് ഞങ്ങൾക്ക് പ്രൊഡക്ഷനും ബാക്കി കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് തന്നതിനാണ്. ആദ്യം തന്നെ ഒരു ബിഗ് താങ്ക് യു. എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അവരാണ് നമ്മളെ ഇത്രയും ഹെൽപ്പ് ചെയ്ത് ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി ഹോസ്റ്റ് ചെയ്യണതിൽ വളരെ ഷോർട്ട് ടൈമിൽ നമ്മൾ സെറ്റ് ചെയ്തൊരു കാര്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് വെന്യൂ ഒക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും പറ്റുന്ന രീതിയിൽ അടിപൊളി സെറ്റപ്പ് ആക്കി പുള്ളി നമുക്ക് കിടലോട്ട് ചെയ്തു തന്ന്. അപ്പം ഞാൻ നമ്മുടെ അകത്ത് ഓരോരുത്തരെ വിളിച്ച് സംസാരിപ്പിക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ നമ്മുടെ കോ ലീഡർ ചന്ദ്രനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ചന്ദ്രൻ 2 വാക്ക് സംസാരിക്കണം. ഭയങ്കര ബഹുമാനമാണല്ലോ. നമസ്കാരം. പറഞ്ഞോ. എല്ലാവർക്കും ഹാപ്പി ഓണം. നേരെ ഇപ്പം ഭയങ്കര സാധാരണ സംസാരിക്കാൻ മയക്കി കയറുമ്പോഴത്തേക്ക് ഭയങ്കര സ്റ്റേജ് ഫിയർ ആയിരിക്കും. കാരണം ഒത്തിരി പേരുണ്ടാവും. നമ്മൾ മറ്റേ അങ്ങനത്തെ പരിപാടി കരുതി. പക്ഷെ ഇതിപ്പോൾ നമ്മുടെ തന്നെ പരിപാടി ആയതുകൊണ്ട് ആ ഒരു പേടിയും പരിപാടികളൊന്നുമില്ല. നമ്മുടെ ആദ്യത്തെ IRL ഓണപ്പരിപാടിയാണിത്. എന്തായാലും നമ്മൾ അടിപൊളിയാക്കും. ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ. ബോധം എല്ലാവർക്കും ഉണ്ടാവണം എന്ന് ആദ്യമേ പറയുന്നുള്ളൂ. വെള്ളം അടിച്ച് പാമ്പായി കിടക്കുന്ന കണ്ണാപ്പി വെള്ളം അടിച്ചുകൂടെ കിടന്ന് അലമ്പൂടാക്കല്ലേ. ഓണപ്പരിപാടിയെ പറ്റി പ്രതീക്ഷകൾ, ഇനി അങ്ങോട്ട് പോകുമ്പോൾ പ്രതീക്ഷകൾ എന്താന്നുള്ളതൊക്കെ പറ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഈഗിള് പരിപാടി സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ആദ്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ബാബുവിൻ്റെ തലയെ ഞാൻ ഇല്ലെന്നാണ് പറഞ്ഞത്. കാരണം ഈഗിൾ അത്രയും നല്ലതായിട്ട് പരിപാടികളൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരാളാണ്. എല്ലാവർക്കും അറിയായിരിക്കും അത്. പക്ഷേ വന്നപ്പോഴത്തേക്കും എന്നെ ഞെട്ടിച്ചുകൊണ്ട് നല്ലൊരു അടിപൊളി സ്പോട്ടിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു പരിപാടി എടുത്തേക്കുന്നത്. AKF അല്ലേ ഫുള്ള് സെറ്റ് ചെയ്തത്. AKF ബിഗ് ഷൗട്ട് ഔട്ട് ടു AKF. ഈ പരിപാടി ഇത്രയും നൈസായിട്ട് എല്ലാം സെറ്റ് ചെയ്തതിന് എന്തായാലും എല്ലാം നന്നായിട്ട് നടക്കട്ടെ. ഹാപ്പി ഓണം. ഓക്കെ, നന്ദി. നമസ്കാരം. മൊത്തം ഫിറ്റാണ്. അതെ, ആ ഒരു ഫിറ്റാണ്. ആ ഒരു ബോധമില്ല. കോച്ചായിട്ട് ഇവിടെ കണ്ണാടിയൊക്കെ വെച്ചിരിക്കണം കേട്ടോ. ഒന്ന് കാണിച്ചു കൊടുക്കും. ആ ഫ്രണ്ട് വരി ഒന്ന് കാണിച്ചു കൊടുക്കൂ. കണ്ണാപ്പി ഒന്ന് സൂം ചെയ്ത് കാണിക്കാവോ? ഒരുപാട് ഫാൻസ് ഉള്ള ഒരാളാണ്. പൊക്കട്ടെ. ഫ്ലെക്സിംഗ് അടക്കമാണ് ഇവിടെ. താങ്ക് യു സോ മച്ച് വില്ലൻ ബ്രോ. പിന്നെ വെള്ളം അടിച്ചിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ കുറച്ച് ലക്ഷവും കുറെ സന്തോഷമായിട്ട് ഇന്നത്തെ പരിപാടി അടിപൊളിയാക്കണം. അപ്പോ ആരാടാ ഈ പരിപാടിക്ക് വിളിച്ചേ? അവിടെ പരിപാടികളൊക്കെ നടപ്പുണ്ട്. നമുക്ക് ഫുഡ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്ന ഒരു മെയിൻ ഏരിയ ആണ്. നമ്മളത് കവർ ചെയ്തിരിക്കണം എന്തായാലും. ഇത്രയും പേരുടെ ഫുഡ് നമ്മളാണ് ഉറപ്പുവരുത്തേണ്ട ക്വാളിറ്റിയാണ്. പിള്ളേരുടെ ആ ഒരു പിള്ളേരുടെ ഹെൽത്ത് നമ്മൾ വേണം നോക്കാൻ. നമ്മൾ ആദ്യം ഒന്ന് ഫുഡ് ടെസ്റ്റ്. നമ്മൾ ഫുഡ് ഇവിടെ ഫുഡ് എല്ലാം റെഡിയാണ് ഇവിടെ. ഫുഡ് കാണിച്ചു ഇതൊക്കെ എന്താ അളിയ എന്റെ ഡയറ്റ് ഗൈസ്. ഇന്നെന്റെ ഡയറ്റ് ഞാൻ പൊട്ടിക്കുവാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇത് പഴം, നാടൻ രസകരമായ പഴമാണെന്ന് തോന്നുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ ചെക്കിംഗ് ആണ്. ഇത് ഫുഡ് ഇൻസ്പെക്ഷൻ ആണ്. എല്ലാം റെഡിയാണ്, സെറ്റാണ്. പിന്നെ എന്തൊക്കെ കുറെ പായസം 1 2 3 അളിയാ 3 കൂട്ടം പായസോ? 3 കൂട്ടം പായസം. സംഭവങ്ങളെല്ലാം റെഡിയാണ്, സെറ്റാണല്ലേ. യാ ഗൈസ്, അടുത്ത പരിപാടി എന്ന് പറയാൻ നമ്മൾ പോയി ഫുഡൊക്കെ കഴിക്കുവാണ്. ഫുഡൊക്കെ ഫുൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഫുഡ് കഴിക്കുന്ന ചടങ്ങിലോട്ട് പോവാണ്. ഞാൻ എൻ്റെ ഡയറ്റ് കട്ടിങ് കഴിഞ്ഞുകൊണ്ട് എനിക്ക് അത്യാവശ്യം ഫുഡൊക്കെ കഴിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല. ഇന്നൊരു ദിവസം ചീറ്റൊക്കെ എടുക്കാൻ നൈസായിട്ട് എന്ന് പറഞ്ഞാൽ
ഭയങ്കരമായിട്ട് ഇല്ലെങ്കിലും ചെറിയ രീതിയിലുള്ള ചീറ്റൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചോറ് കഴിക്കുവാണ്. എത്രയോ നാളുകൾക്ക് ശേഷമാണ് സദ്യ കഴിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു കൊതിയുണ്ട്. എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാം. ഓക്കെ, കല്യാണക്കുറി കാണിക്കാൻ പറഞ്ഞത്. എന്നാ കാണിച്ചേ ഹായ് ഹായ്. വിശക്കുന്നുണ്ടോ? കല്യാണക്കുറി കാണിക്കടാ. പായസവും മോര് വെച്ച് ബാക്കിയെല്ലാം പോരാ. അതെന്താ പായസം പോലും കഴിച്ചാൽ അത് ശരിയാവില്ല പായസത്തിന് മധുരമില്ല. ആണല്ലേ? മധുരമായോ? സംസാരിക്കാനൊന്നും പറ്റില്ല. മറ്റേ ഷുഗർ കട്ട്. അപ്പൊ ഷുഗർ കട്ട് പായസം കട്ട് ചെയ്ത് ഷുഗർ മോരില് ഫാറ്റ് ഉണ്ട്. സദ്യ കഴിക്കാം. നിങ്ങൾ എല്ലാവരും മാറി തന്നാ മതി കേട്ടോ. അച്ഛനെ മാറ്റിയത് എല്ലാരും തരും. തണ്ണി എടുത്ത് വരല്ലോ വിഘ്നേഷ്, ബോട്ടിൽ കൊണ്ടുവരില്ല. ചേട്ടാ മറ്റേ കല്യാണത്തിനൊക്കെ ഇങ്ങനെ പോലെ ഇങ്ങനെ സ്ലോ മോഷൻ ഇങ്ങനെ നമ്മളിങ്ങനെ എല്ലാവരും കാണിച്ച് പോലെ അതുപോലെ പോട്ടെ, കല്യാണം പോലെ പോട്ടെ. ആ കല്യാണം പോട്ടെ, ആ പോട്ടെ പോട്ടെ. പേർക്കൊക്കെ ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. മൊത്തമാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സദ്യ കഴിക്കാൻ പോവാണ്. ഡയറ്റ് നമ്മൾ നല്ല രീതിയിൽ കാർബ് കട്ട് ചെയ്തപ്പോഴത്തേക്കും കുറേ ലിസ്റ്റ് എഴുതിയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു സാധനമായിരുന്നു സദ്യ. ഇന്ന് കഴിച്ചാൽ ഇനി ഞാൻ ഓണത്തിന് കഴിക്കും. ഓണത്തിൻ്റെ അന്ന് കഴിക്കും വീട്ടിൽ നിന്ന്. സിനിമാറ്റിക്കാണ്. പപ്പടമൊക്കെ പൊട്ടിച്ചിട്ട് എത്ര നാളെയല്ലേ സദ്യ കഴിച്ചിട്ടില്ലേ? പിന്നെ അല്ല എന്തോ കളിയാ 7 മാസത്തിന് ശേഷം അല്ല എന്ത് തോന്നാം. സദ്യന് ഇഷ്ടമില്ലായിരുന്നു വലിയൊരു ഇത് തോന്നുന്നില്ല. പക്ഷെ ഇപ്പം സദ്യ കാണുമ്പോഴത്തേക്കും മറ്റേ മരുഭൂമിയിൽ കിടന്ന വെള്ളം കാണുന്ന ഒരു ഞാൻ ആ ഒരു ഫീല്. എൻ്റെ അമ്മ എന്ത് ടേസ്റ്റ് ചെയ്യുന്നൊക്കെ. നൈസ്. ഇത് ഭാഗ്യമുണ്ട്. ലൈറ്റ് വിടുമ്പോൾ തന്നെ നല്ല ഫുഡ് കിട്ടിയല്ലോ. കണ്ണു തുറന്നെൻ്റെ. സദ്യയൊക്കെ കഴിച്ചിട്ട് തലവേദന എടുക്കുന്നത് ഗൈസ്. തലവേദന എങ്ങനെയുണ്ട്? ഗ്ലാസ് ഈഗിളിൻ്റെ അടിച്ചു മാറ്റിയാണ്. പക്ഷെ കൊള്ളാം. എനിക്കങ്ങനെ എല്ലാ ഗ്ലാസ്സും ചേരാറൊന്നുമില്ല. ചില ഗ്ലാസ് ചേരാറുണ്ട്. വ്ളോഗേഴ്സിനെ തട്ടി നടക്കാൻ വയ്യ. ഇവിടെ ഫുൾ വ്ളോഗേഴ്സാണ്. ഫുൾ വ്ളോഗേഴ്സാണ്. 2 സ്റ്റേറ്റ്സ് ഗൈസ്. അപ്പോൾ ഇനി കുറച്ച് ഗെയിംസും പരിപാടികളൊക്കെയാണ്. അവിടെ ലൈവും കാര്യങ്ങളെല്ലാം നടപ്പുണ്ട്. എല്ലാവരും ഇന്ന് പോയി പരിചയപ്പെടാം. സോ ആദ്യമായിട്ട് പേര് പറ. എൻ്റെ പേര് LX2. റിയൽ നെയിം സാഗർ. ഇത് കെവിൻ. നിങ്ങളധികം കാണാത്ത കുറച്ച് പയ്യന്മാരൊക്കെ ഉണ്ട്. ഇവിടെ വെള്ളോടി നടപ്പുണ്ട് പരിപാടികൾ. കണ്ട എന്താണ് ഇവിടെ? എൻ്റെ പേര് ജൂഡ്. ഇൻ ഗെയിം നെയിം ഒറിജിനൽ പേര് ഹരി എന്ന. ഗൈസ് നമ്മുടെ പുതിയ ടിവിയിലെ റിക്രൂട്ടാണ്. നമസ്കാരം. മന്ദാരം. ഹായ്. മന്ദാരം. ഈകളുടെ എൻ്റെ പേര് ഷൗട്ടെക്സ്. നന്ദു എന്നാണ് ശരിക്കുള്ള പേര്. SST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മിക്ക ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. 6 ഒരു പുതിയ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രായം തമ്മിൽ. അതിപ്പോൾ ഹിറ്റാണ്. ഇനി സാധനം വരുന്നുണ്ട്, കൂടുതൽ കാര്യങ്ങൾ വരുന്നുണ്ട്. സുന്ദരിക്ക് ഒരു പൊട്ട് തൊടലാണ് അടുത്തതായി. അങ്ങനെ നമ്മുടെ ഗെയിംസും പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എല്ലാവരും സെറ്റ് ആയിട്ടുണ്ട്. അടുത്തതായി ചന്ദ്രന്റെ സുന്ദരിക്ക് പൊട്ടുതൊടൽ. ചന്ദ്രന്റെ മൂക്കിൽ ചോര. അതെന്താ ചന്ദ്രന്റെ പൊട്ടക്കണ്ണ? ചത്തു വരെ എനിക്ക് കുഴപ്പമില്ല. മറ്റേ വാച്ച്മാൻ സിനിമയിലുള്ള ജന്തുവിനെ പോലെ ഞാൻ പറയണ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയണടുത്ത് എത്തിക്കഴിഞ്ഞാൽ ജസ്റ്റ് കാലെടുത്ത് മേലോട്ട്
മുന്നോട്ട് വയ്ക്കുക. ഓക്കെ ധൈര്യമായിട്ട് ഇരിക്കലിയാ അളിയ. ഞാൻ പറഞ്ഞത് എനിക്ക് 100% വിശ്വസിക്കാം. എന്നെ പോലെ നിന്നെ വിശ്വസിക്കാൻ കൊള്ളാതുള്ള ഒരാൾ പോലും നിനക്കുണ്ടാവില്ല. ഞാൻ പറയാ ഒരു മിനിറ്റ് അല്ലേ, ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ്. അല്ലെ കാലാണ് ആദ്യം നോക്കാം. അപ്പൊ പിന്നെ നിനക്ക് ഭാഗ്യമില്ലല്ലേ? ഇല്ല, ഇത് സൂപ്പർ ഒരു കളി കളിക്കായിരുന്നു. ഇതുവരെ ഓണത്തിന് ആരും ഇറക്കാത്തൊരു കളി, ആരും ചെയ്യാത്തൊരു കളി. ഇത്ര നാളെ നീ എന്നെ വിശ്വസിക്കുന്നു. നേരെ പക്ക നേരെ മരത്തിൽ പഠിപ്പിച്ചു കാണിക്കാം. ഇതാണ് മരം. അതിന്റെ തൊട്ട് മുകളിലാണ് അതിരിക്കണേ. അപ്പൊ അതിനനുസരിച്ച് നീ ഇത് ഇനി വേണ്ടോ, ഇനി തൊടാൻ പറ്റില്ലേ? എങ്ങനെയാണ് നാളെ എക്സ്പീരിയൻസ് ചെയ്യണ്ടത്? ഈ ഇവന്റെ കോലം കണ്ടോ ഗൈസ്? എന്താ പെട്ടെന്നൊരു പോസൊക്കെ നീക്ക മരണത്തിലിരിക്കുവാണോ? അപ്പുകുട്ടാ പറയല്ലേ പറയല്ലേ എത്ര വാക്കുണ്ടാ എന്നറിയാമോ? ശരിക്കും എത്ര വാക്കുണ്ട്? നീയോ ട്രാൻസ്ജെൻഡർ? നീ അരമണിക്കൂറായിട്ട് ഇവിടെ കിടന്ന് തിത്തൈ കളിക്കുവാണ്. ഇന്നെങ്കിലും അവൻ അഭിനയിച്ച് കാണിക്കുമെന്തോ. എടാ നീ കണ്ട ആ ചട്ടി കണ്ട അതിനെ അടിച്ചും കിടും. അല്ല ഇയാള് ആദ്യം തന്നെ അടിച്ചു പൊട്ടി. ഇത് ടൈമും കൂടെ വെക്കണം കേട്ടോ. ചന്ദ്ര 2 മിനിറ്റ് 3 അടി അത്രേ ഉള്ളൂ. 3 മാക്സിമം 3 അടി 3 തൊട്ടേ അടിക്കാൻ പറ്റുള്ളൂ. 2 മിനിറ്റ് സമയമുണ്ട്. ചന്ദ്ര കൈന്ന് വടി വിടരുത്, കാരണം ചുറ്റും ആൾക്കാരുണ്ട്. അത്രയും വീശി അടിക്കരുത്, കൈന്ന് ഇത് വിടരുത്. മനസ്സിലായോ? എടാ കൈന്ന് വടി തെറിച്ചു പോലെ തുടങ്ങാൻ പോവാണേ. റെഡി 1 2 3 സ്റ്റാർട്ട്. ചന്ദ്ര ഫസ്റ്റ് അടി, ചന്ദ്രന്റെ ആദ്യത്തെ അടി. ചാടിയെ കാണിക്കാം, ചാടിയെ കാണിക്കാം. അടി 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 അടി. സൂപ്പർ. 2 ലാസ്റ്റ് ഫൈനൽ ചാൻസ് ആണ് ചന്ദ്ര. ഒരു ചാൻസ് തരാം, ഒരു ചാൻസ്. കണ്ണ് കാണില്ലെങ്കിലും ഇത് നീ ഒരു ബൂക്കോങ്ങാ. 1 മിനിറ്റിനുള്ളിൽ ചന്ദ്രൻ അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. പ്രൈസ് എവിടെ? പ്രൈസ് ഒക്കെ തരാം. ചന്ദ്രൻ നമ്മുടെ ഇന്നത്തെ ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടിക്കും ജയിച്ചേക്കുന്നതാണ് ചന്ദ്രനാണ്. കിട്ടിയോ? സാധനം കിട്ടിയില്ലേ? അടിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ അടിക്കും, മനസ്സിലായില്ലേ? ഇച്ചിരി ഗെയിമാണ്. ബ്രോ പറഞ്ഞോ, 2 വാക്ക് പറഞ്ഞോ എന്തേലും. കഴിഞ്ഞ വർഷം നമ്മൾ ഇതൊരു ഷൂട്ട് ചെയ്ത് ഓർമ്മയുണ്ടോ? നമ്മൾ കഴിഞ്ഞ വർഷം ഷൂട്ട് ചെയ്ത്. 1 വർഷം കഴിഞ്ഞ്. കഴിഞ്ഞ വർഷം എൻ്റെ സ്നേഹയുടെയും ഓണ ഷൂട്ട് എടുത്തത് ജോജി ബ്രോയാ. അവള് യു കെ ഞാൻ ഇവിടെ മിസ് ചെയ്യണം സത്യം പറഞ്ഞ. ഇല്ല ഓക്കെ
എന്തൊക്കെ ചെറിയ എല്ലാവർക്കും എന്നിട്ട് നമ്മൾ എന്റെ വണ്ടി കൊടുത്തിട്ട് നിന്റെ വണ്ടിക്ക് ഫിൽറ്റർ മാറ്റി കുറച്ചുപേര് ഇരുന്നോ ഇവിടെ നോക്കി ഒന്നിട്ട് തിരിച്ചെല്ലാരും ഇതല്ലേ ലോലൻ ഗൈസ് അങ്ങനെ പരിപാടികളൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഇനി ലാസ്റ്റ് ഒരു പരിപാടി കൂടെ ഉണ്ട്, ഡി ജെ പരിപാടി കാര്യങ്ങളും കൂടി ഉണ്ട്. അതിനുവേണ്ടി എല്ലാവരും സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഈകളുടെ വണ്ടി അവിടെ പാട്ടൊക്കെ ഇട്ട് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. സോ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വ്ളോഗ്. ഇത് ഭയങ്കര റഷായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ മാക്സിമം ഇവരെ കൂടെ എൻജോയ് ചെയ്തിട്ട് കുറേ ക്ലിപ്സ് ഒന്നും എടുത്തില്ല. എന്നാലും ഇവിടുന്നൊക്കെ കുറച്ച് ക്ലിപ്സേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വ്ളോഗ്. സോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ബൈ ഗൈസ്, അടുത്ത വ്ളോഗ് ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ. വേറെന്തൊക്കെയാ പറഞ്ഞ, വേറെന്ത് കാണണമെന്ന് പറഞ്ഞ ചന്ദ്രനല്ലേ?